പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിന് ജയിൽ ജീവിതം അത്രയ്ക്ക് പുത്തരിയുള്ള കാര്യമല്ല. രാഷ്ട്രീയത്തിലേക്കുള്ള ഉയർച്ചയുടെ വഴികളിൽ രാഹുൽ അഴിക്കുള്ളിൽ കിടന്നിട്ടുണ്ട്. KSUവിന് വേണ്ടി മാർച്ച് നടത്തിയും മറ്റും പിന്നീട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെന്ന നിലയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ ജയിൽ ജീവിതങ്ങൾ രാഹുൽ എന്ന രാഷ്ട്രീയക്കാരന് തുണയായി മാറിയെങ്കിൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. രാഷ്ട്രീയമായി ഇനി തിരികെ വരാൻ കഴിയാത്ത വിധത്തിൽ പീഡനക്കേസിൽ പ്രതിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാവേലിക്കര ജയിലിൽ എത്തിയത്. ഇതുവരെ ഉയർന്ന 2 പീഡന പരാതികളിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ട രാഹുലിനെ ഇക്കുറി പൂങ്കുഴലിയും സംഘവും ശരിക്കും പൂട്ടുകയായിരുന്നു. വിദേശത്തുള്ള യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായ രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. മാവേലിക്കര സബ് ജയിലിൽ 26/2026 നമ്പർ തടവ് പുള്ളിയായാണ് രാഹുലിനെ ജയിലിൽ അടച്ചത്. രാഹുലിന് എത്ര കാലം ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് ഉറപ്പില്ല. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. മാവേലിക്കര ജയിലിൽ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജയിലിൽ പ്രത്യേക പരിഗണനകൾ ഇല്ല. സെൽ നമ്പർ 3-ൽ രാഹുൽ ഒറ്റയ്ക്കായിരിക്കും കഴിയുക. സഹതടവുകാർ ഉണ്ടായിരിക്കില്ല. MLA ആയതിനാലാണ് രാഹുലിന് ഒറ്റയ്ക്കൊരു സെൽ അനുവദിച്ചത്. നിലവിൽ നിലത്ത് പായ വിരിച്ചു കിടക്കാനുള്ള സൗകര്യങ്ങളാണ് സെല്ലിൽ ഒരുക്കിയിരിക്കുന്നത്. ഡോക്ടർമാർ ആവശ്യപ്പെട്ടാൽ കട്ടിലടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾ നൽകാനാണ് തീരുമാനം. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ രാഹുലിന് പ്രത്യേക പരിഗണനകൾ ഒന്നും നൽകുന്നില്ല. സാധാരണയായി ജയിലിൽ ഞായറാഴ്ചകളിൽ രാത്രി സ്പെഷ്യൽ ഭക്ഷണമില്ല. ചോറിനോ ചപ്പാത്തിക്കോ ഒപ്പം തോരനും രസവുമായിരിക്കും നൽകുക. നാളെ രാവിലെ ഉപ്പുമാവും കടലക്കറിയുമായിരിക്കും പ്രഭാത ഭക്ഷണം. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റിയത്. സാധാരണയായി ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് പ്രതിയെ ജയിലിലേക്ക് മാറ്റുക. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ രാഹുലിനെതിരെ പ്രതിഷേധം ഉണ്ടായേക്കാമെന്നത് മുന്നിൽ കണ്ട് ഡോക്ടർമാരെ ജയിലിലേക്ക് വിളിച്ചു വരുത്തിയാണ് പരിശോധന നടത്തിയത്. അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള 3ാം ബലാത്സംഗ കേസിലാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായതെങ്കിലും രാഹുലിന് വലിയ കുലുക്കമില്ല. ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെല്ലുവിളി പോലും നടത്തിയെന്നാണ് മാധ്യമവാർത്തകൾ. കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നാണ് രാഹുൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. വൈകാതെ തന്നെ പുറത്തിറങ്ങുമെന്നും സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്നും ജയിലിലാകും മുന്നേ രാഹുൽ വെല്ലുവിളി നടത്തി. മുഖത്ത് യാതൊരു ഭാവഭേദ വ്യത്യാസവുമില്ലാതെ